ഇന്നത്തെ ടോപ്പിക്കാണ് ഫാബ്രിക് റിപ്പയറിങ്. റിപ്പയറിംഗ് എന്ന് പറഞ്ഞാൽ മെൻഡിങ് എന്ന് ഒരു വേർഡ് ഉണ്ട് കേട്ടോ. ഫാബ്രിക് റിപ്പയറിങ്ങിന് നമ്മൾ പറയുന്ന പേരാണ് മെൻഡിങ്. അപ്പം നമ്മൾ മെൻഡിങ്ങിൽ രണ്ട് ടൈപ്പിലാണ് മെൻഡിങ് ചെയ്യുക, ഡാണിങ് ആൻഡ് പാച്ചിങ്. ഡാണിങ് എന്നുള്ള വേർഡ് നിങ്ങൾ സാധാരണ കേൾക്കാറുണ്ട് അല്ലേ. നമ്മളിപ്പം എന്തെങ്കിലും ഒരു ക്ലോത്തൊക്കെ നമ്മുടെ അതായത് കോസ്റ്റ്ലി ആയിട്ടുള്ള അല്ലെങ്കിൽ സിൽക്ക് പോലത്തെയൊക്കെ മെറ്റീരിയൽ എന്തെങ്കിലും നമ്മൾ ചെറുതായിട്ട് എവിടെയെങ്കിലും കീറലോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഡാണിങ് ചെയ്യാൻ കൊടുക്കും അല്ലേ. അപ്പോൾ അത് അവർ എന്താ ചെയ്യുക, നമ്മൾ ആ മെറ്റീരിയൽ തന്നെ വെച്ചിട്ട് ആ ഭാഗം കാണാത്ത പോലെ നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് തരും. അതിനെയാണ് നമ്മൾ ഡാണിങ് എന്ന് പറയുക. ഡാണിങ് സെൻറ്റേഴ്സൊക്കെ നിങ്ങൾ ടൗണിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് ഫാബ്രിക് റിപ്പയറിങ് ഓർ മെൻഡിങ്. മെൻഡിങ് എന്നുള്ള വേർഡ് ഓർത്ത് വയ്ക്കുക. ഫാബ്രിക് റിപ്പയറിങ്ങിൻ്റെ ഒരു പേരാണ് മെൻഡിങ്. അപ്പം മെൻഡിങ് അല്ലെങ്കിൽ ഫാബ്രിക് റിപ്പയറിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ റിപ്പയർ ചെയ്യുക ഡാമേജ് ആയിട്ടുള്ളൊരു ഭാഗം. അത് എങ്ങനെയാണ് ഡാമേജ് ആവുക? ചിലപ്പോൾ നമുക്ക് എവിടെയെങ്കിലും കൊളുത്തി വലിഞ്ഞിട്ട് ആക്സിഡൻ്റലി അങ്ങനെ പറ്റാം അല്ലേ. അല്ലെങ്കിലോ നമ്മൾ യൂസ് ചെയ്തിട്ട് അല്ലേ, നമ്മൾ കുറേ കാലം യൂസ് ചെയ്ത് കഴിഞ്ഞാലും ചിലപ്പോൾ എന്ത് പറ്റും, നമ്മളത് പിന്നിപ്പോവാനോ അല്ലെങ്കിൽ കൊളുത്തി വലിഞ്ഞിട്ടോ എങ്ങനെയെങ്കിലും നമ്മൾ ആ ഭാഗം ഡാമേജ് ആവാൻ സാധ്യതയുണ്ട് അല്ലേ. അപ്പോൾ ഫാബ്രിക് റിപ്പയറിങ് അല്ലെങ്കിൽ മെൻഡിങ് എന്ന് പറഞ്ഞാൽ റിപ്പയറിങ് ചെയ്യേണ്ടത് അല്ലേ. നമ്മളത് എങ്ങനെയാണോ നമ്മളത് കീറിയതോ അല്ലെ ആയതോ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, റിപ്പയർ ചെയ്യുക. റിപ്പയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, അതിനെ നമ്മൾ ഓവർകം ചെയ്യണം അല്ലേ. എങ്ങനെയത്, നമ്മൾ ചെറിയ സ്റ്റിച്ചസ് വെച്ചിട്ട് നമ്മൾ ഡാണിങ് അല്ലെങ്കിൽ പാച്ചിങ് ചെയ്തിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യുക, കവർ ചെയ്യുക, കാണാത്ത പോലെ ആക്കുക. അതിനെയാണ് നമ്മൾ മെൻഡിങ് എന്ന് പറയുക. ഓക്കെ, ഫാബ്രിക് റിപ്പയറിങ്ങിന് പറയുന്നതാണ് മെൻഡിങ്. അപ്പോൾ 2 ടെക്നിക്സ് ആണ് മെൻഡിങ്ങിനുള്ളത്. നമ്മൾ പറഞ്ഞ പോലെ 2 ടൈപ്പിൽ നമുക്ക് മെൻഡിങ് ചെയ്യാം. നിങ്ങളുടെ ഇപ്പോൾ ക്ലോത്ത് ഇപ്പോൾ കീറിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യുക, സാധാരണ നിങ്ങൾ എന്ത് ചെയ്യും, ആ മെഷീനിൽ അതൊന്ന് സ്റ്റിച്ച് ചെയ്യും അല്ലേ. അപ്പോൾ കോസ്റ്റ്ലി ആയിട്ടുള്ള മെറ്റീരിയൽ ആണെങ്കിലോ, കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു സിൽക്ക് സാരി എങ്ങാനും കീറി അല്ലെങ്കിൽ പിന്നിപ്പോകുക അറിയാമല്ലോ, ടിയറിങ്, അതായത് വലിഞ്ഞിട്ട് ഇങ്ങനെ പിന്നിപ്പോകുന്ന. അപ്പോൾ അത് ചെയ്ത് അങ്ങനെ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ വേഗം മെഷീനിൽ കൊണ്ടുപോയി സ്റ്റിച്ച് ചെയ്യുമോ? ഇല്ലല്ലോ, അത് നമുക്ക് വൃത്തികേടാവും. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ഡാണിങ് അല്ലെങ്കിൽ പാച്ചിങ് ചെയ്യും. അപ്പോൾ ഡാണിങ് 2 മെത്തേഡിലാണ് നമ്മൾ ചെയ്യുക, ഡാണിങ് ആൻഡ് പാച്ചിങ്. അപ്പോൾ ഇതൊരു മെൻഡിങ് ആണ് അല്ലേ. മെൻഡിങ് എന്ന് പറഞ്ഞാൽ എന്താ, ക്ലോത്ത് റിപ്പയർ ചെയ്യുന്ന അല്ലേ. നമ്മളിപ്പോൾ കീറിയിട്ടുണ്ട് ഇവിടെ അങ്ങനെ ജീൻസിൻ്റെ ഒരു ഇത്, അപ്പോൾ നമ്മളതിനെ എന്താ ചെയ്യുന്ന, റിപ്പയർ ചെയ്യുക. അതിനെയാണ് നമ്മൾ മെൻഡിങ് എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് മെത്തേഡാണ് ഡാണിങ്. മെൻഡിങ് ചെയ്യുന്ന 2 ടൈപ്പിൽ ടെക്നിക്സ് ഉണ്ട്. അതിൽ ഒന്നാണ് ഡാണിങ്. അപ്പം ഡാണിങ് ചെയ്യാൻ എന്താണ് നമ്മൾ ചെയ്യുന്നത്, നമ്മളിപ്പോൾ ക്ലോത്തിൽ എവിടെയാണോ കീറിയിരിക്കുന്നത് ആ ഭാഗത്ത് നമ്മൾ അതുപോലെ തന്നെ വീവിങ് ചെയ്യുന്ന പോലെയാണ് എന്ത് ചെയ്യുക, ഡാണിങ് ചെയ്യുക. അത് സെയിം ത്രെഡ്, അതായത് സെയിം കളർ എടുക്കുക, സെയിം ടെക്സ്ചറിലുള്ളൊരു ത്രെഡ് എടുത്തിട്ട് നമ്മൾ ഹാൻഡിലും കൈകൊണ്ടും ചെയ്യും അല്ലെങ്കിൽ മെഷീനിലും ചെയ്യും ഡാണിങ്. ഓക്കെ, അപ്പോൾ ഇതൊരു ഡാണിങ് ചെയ്തിരിക്കുന്നതാണ്. ഇത് മുന്നേ ഇങ്ങനെയായിരുന്നു, കീറിയിട്ട് ഇങ്ങനെ ആയി കിടക്കുമായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യും, ഡാണിങ് ചെയ്തിട്ട് ആ ഭാഗം കവർ ചെയ്തു. അപ്പം അത്ര പെട്ടെന്ന് നമുക്കത് കാണുന്നില്ല. ഇങ്ങനെയാണെങ്കിൽ കണ്ടില്ലേ, പെട്ടെന്ന് നമുക്ക് അത് കാണാൻ പറ്റും. പക്ഷേ ഇത് അതിനെന്ത് ചെയ്തു, അതിനെ കവർ ചെയ്തിട്ട് നമ്മൾ ആ ഡാണിങ് അവിടെ ചെയ്തിരിക്കുന്നത് മനസ്സിലാവേണ്ടത്, അതായത് കീറിയത് അവിടെ മനസ്സിലാവാത്ത പോലെ നമ്മളത് ആ ഒരു മെറ്റീരിയൽ നമ്മൾ മാറ്റിയെടുത്ത്. അപ്പോൾ ഡാണിങ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. അപ്പം ഒറിജിനൽ ഫാബ്രിക്കിൻ്റെത് അതേ കളറിലും അതേ ടെക്സ്ചറിലുള്ള മെറ്റീരിയൽ എടുത്തിട്ട് വേണം നമ്മളത് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഇവിടെ ഇപ്പോൾ കീറി നമ്മളൊരു ബ്ലാക്ക് ത്രെഡ് എടുത്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, ആകെ വൃത്തികേടാവും അല്ലേ. അപ്പോൾ സെയിം കളർ ഏകദേശം സെയിം ടെക്സ്ചറിലും തന്നെ എടുക്കുക. അപ്പം നമ്മളിപ്പം ഗാർമെൻ്റ് ആണെങ്കിലും നമ്മൾ ഉള്ളിൽ എവിടെയെങ്കിലും അലവൻസിൻ്റെ അവിടെ നിന്നൊക്കെ ചെറിയ പീസൊക്കെ കട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമ്മൾ അങ്ങനെ എടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഈ ടിയറിങ് എന്ന് പറഞ്ഞാൽ എന്താ, പിന്നി വലിഞ്ഞ് കീറുന്നുണ്ടല്ലോ, അത് ചിലപ്പം 2-3 ടൈപ്പിൽ നമുക്ക് ടിയേഴ്സ് വരാം. ടിയറിങ് അത് സ്ട്രെയിറ്റ് ടിയറിങ്, ഇങ്ങനെ നേരെ കട്ട് ചെയ്തിട്ട് അങ്ങ് വലിഞ്ഞു പോവുക. ചിലപ്പോൾ എന്ത് ചെയ്യും, കോർണറിൽ അല്ലേ, എവിടെയും കൊളുത്തി വലിഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും നമുക്കിങ്ങനെ 3 കോർണർ ടിയറാണ് കിട്ടുക. എവിടെയും കൊളുത്തിയിട്ട് വലിഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഗവും ഒക്കെ പോയിട്ടുണ്ടാവും. പിന്നെ ഡയഗണൽ ടിയർ, 3 ടൈപ്പിലാണ് ടിയറിങ്, അതായത് കീറിപ്പോകുന്നത്, പിന്നിപ്പോകുന്നത്. അപ്പം നമ്മൾ
എന്ത് ചെയ്യുക, ഡാണിങ്ങിൻ്റെ ആ ഭാഗം നമ്മൾ സെയിം കളർ എടുത്തിട്ട് നമ്മളെന്ത് ചെയ്യും, വീവിങ് ചെയ്യുന്ന പോലെ വേർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടലായിട്ട് ചെയ്യും. അപ്പോഴേ നമുക്ക് ആ ഭാഗം കവറപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അത് നിങ്ങൾ യൂട്യൂബ് വീഡിയോസ് എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഡാണിങ് എങ്ങനെ ചെയ്യേണ്ടത്, ഹാൻഡ് ചെയ്യുന്നതും മെഷീനിൽ ചെയ്യുന്നതൊക്കെ വീഡിയോസ് ഉണ്ട് കേട്ടോ. പിന്നെ ഡാണിങ് നീഡിൽ, ഡാണിങ്ങിന് നമ്മൾ ഉപയോഗിക്കുന്ന നീഡിൽസ് അതിവിടെ കുറച്ച് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. നല്ല നീളമുള്ള ഫൈനായിട്ടുള്ള ത്രെഡായിരിക്കും നമ്മൾ ഹാൻഡ് ഡാണിങ്ങിന് ഉപയോഗിക്കുക. അപ്പോൾ ചെറിയ റണ്ണിങ് സ്റ്റിച്ച് ഇട്ടിട്ടാണ്, അതായത് ഒരു വീവ് പോലെ തോന്നുന്ന പോലെയാണ് നമ്മൾ ആ സ്റ്റിച്ചസ് ഇടുന്നത്. പിന്നെ എന്ത് ചെയ്യുക, നമ്മൾ കെട്ടിട്ടിട്ട് സാധാരണ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന പോലെയല്ല എന്ത് ചെയ്യുക, ഡാണിങ് ചെയ്യുക. ആദ്യം ത്രെഡിന് കെട്ടിട്ട് അങ്ങനെയല്ല. ഇതിലെന്താ ചെയ്യുന്നത് വെച്ചാൽ അവരൊരു ഏകദേശം 22 സെൻറ്റിമീറ്റർ ലെങ്ത്തിലുള്ളത് എന്ത് ചെയ്യും, അടിയിലങ്ങ് വിടും. അതിന് ശേഷമാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് വർക്ക്. ഓക്കെ, ഇതൊരു എക്സാമ്പിളാണ്. വേർട്ടിക്കൽ ചെയ്തു, ഹൊറിസോണ്ടൽ ചെയ്തു, ആ വീവ് പോലെ നമ്മളത് കവർ ചെയ്തെടുക്കുക. ഓക്കെ, അടുത്തതാണ് പാച്ചിങ്. 2 ടെക്നിക്കാണ് മെൻഡിങ് ചെയ്യുന്നത്. ഒന്ന് ഡാണിങ് പറഞ്ഞു, നമ്മളൊന്ന് പാച്ചിങ്. പാച്ചിങ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, ഡാണിങ് ചെയ്യുന്ന പോലെയല്ല, നമ്മളൊരു ക്ലോത്ത് തന്നെയാണ് എന്ത് ചെയ്യുക, അവിടെ ഫിക്സ് ചെയ്തിട്ട് കൊണ്ടുവരുന്നത്. മറ്റേതെല്ലാം നമ്മൾ ത്രെഡ് വെച്ചിട്ടായിരുന്നു ആ ഭാഗം കവറപ്പ് ചെയ്യുക അല്ലേ. ഇത് നമ്മൾ കാണാറുണ്ട് അല്ലേ, ചില ഡ്രസ്സിൽ പല പാച്ചസ്, പല കളറുള്ള മെറ്റീരിയൽ ഇങ്ങനെ ഫിക്സ് ചെയ്തിട്ടൊക്കെ ഉള്ള. അപ്പം നമുക്ക് എന്തെങ്കിലും ഹോളോ അതെന്തെങ്കിലും നമുക്കത് കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ടൈപ്പിൽ ആപ്ലിക്ക് പോലെയൊക്കെ നന്നായിട്ട് ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞാൽ എന്തായി, പാച്ച് വർക്ക് ആയത്. ഓക്കെ, പാച്ചിങ്. അപ്പം അഡീഷണൽ ഒരു പീസ് ഫാബ്രിക് എടുത്തിട്ട് അതിൽ ഇൻസേർട്ട് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, പാച്ചിങ് ചെയ്യുക. സാധാരണ പാച്ചിങ് ചെയ്യാൻ വലിയ ഹോളൊക്കെ ആണെങ്കിൽ പാച്ചിങ്ങാണ് ചെയ്യുക, ഡാണിങ് ചെയ്യുന്നില്ല. ഡാണിങ് കുറച്ചും കൂടെ ചെറിയ ഹോളിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ഒരു ഡാണിങ് ചെയ്യുന്നൊരു വീഡിയോ ആണിത്. അപ്പം ആദ്യം കണ്ടില്ലേ, അങ്ങനെയായിരുന്നു ഉള്ളത്, ഇങ്ങനെയായിരുന്നു ഫസ്റ്റ് ഉണ്ടായിരുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഡാണിങ് ചെയ്തിട്ട് ആ ഭാഗം മാറ്റിയെടുത്തു. അപ്പം നമുക്ക് ഇനി വേണ്ടത് എന്താ, സ്വിങ് മെഷീൻ ആണെങ്കിൽ ഇത് മെഷീനിലാണ് കേട്ടോ. പിന്നെ ത്രെഡ് വേണം, ഒരു സിസേഴ്സ് വേണം. പിന്നെ നമ്മൾ അതിലൊരു ടേപ്പ് വെക്കുന്നുണ്ട് അടിയിലൊരു, അതായത് ടിയറിങ് ടേപ്പ്, ഒരു ചെറിയൊരു കട്ടി കുറഞ്ഞൊരു പേപ്പർ പോലത്തെ ഒരു സാധനം നമ്മൾ ഡ്രസ്സിൻ്റെ ഉള്ളിലൊക്കെ കാണാം. അപ്പം ഇതിന് മാച്ച് ചെയ്തിട്ടൊരു ക്ലോത്ത് എടുക്കണേ, സെയിം കളർ, അല്ലെങ്കിൽ ഇതിൻ്റെ പീസ് കിട്ടുവാണെങ്കിൽ ഇത് തന്നെ, അല്ലെങ്കിൽ വേറെ ഒരെണ്ണം. എന്നിട്ട് നമ്മളിവിടെ ഇപ്പോൾ കട്ട് ചെയ്ത പോലെ എന്ത് ചെയ്യുക, ഫുള്ള് ത്രെഡ്, ആ ഫ്രെയിങ് ഔട്ട് ആയിട്ടുള്ള ത്രെഡൊക്കെ കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് നമ്മൾ റോങ് സൈഡിൽ എന്ത് ചെയ്യും, ആ പീസ് കട്ട് ചെയ്ത പീസ് എടുത്ത് റോങ് സൈഡിൽ വെച്ചു. റോങ് സൈഡിൽ വെച്ചതിന് ശേഷം ഞാൻ പറഞ്ഞ ഒരു ടേപ്പ് ഉണ്ടല്ലോ, അതായത് നമ്മൾ സാധാരണ കാണുന്നതാണ് ഈ ഒരു മെറ്റീരിയൽ അല്ലേ, നെക്കിൻ്റെ അടിയിലും സ്ലീവിൻ്റെ അവിടെയൊക്കെ നമ്മൾ റെഡിമെയ്ഡ് വാങ്ങുമ്പോൾ ഈ ഒരു ടേപ്പ് പോലത്തെ ഒരു സാധനം കാണുന്നത്. ഇത് പിന്നെ അങ്ങ് പൊക്കോളൂ, അത് സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് വെക്കുന്നത്. എന്നിട്ട് മെഷീനിൽ, ഇതിപ്പം നമ്മൾ ഫാഷൻ മേക്കറാണ്, മെഷീനിൽ നമ്മൾ സ്ട്രെയിറ്റ് സ്റ്റിച്ച് എടുത്തു, സാധാരണ ചെയ്യുന്നത്. പിന്നെ പ്രഷർ ഫൂട്ടാണിത്, ഇത് ത്രെഡ്, 2 ടൈപ്പ് ത്രെഡുകൾ. അപ്പം നമ്മുടെ മെറ്റീരിയലിനനുസരിച്ച് ത്രെഡ് എടുക്കണം കേട്ടോ. നമ്മൾ ശരിക്കും ഈ ബ്ലൂ ആണെങ്കിൽ ഈ ബ്ലൂ കളർ തന്നെ എടുക്കുക, സെയിം കളറാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ആദ്യം നമ്മൾ എന്ത് ചെയ്തു, ഇങ്ങനെ വെച്ച ഫാബ്രിക്കിന് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ കട്ട് ചെയ്ത് കളഞ്ഞല്ലോ, എന്നിട്ട് ആ ഭാഗത്ത് സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ സ്റ്റിച്ച് കൊടുത്തു, മുന്നോട്ടേക്ക് എടുത്തു. പിന്നെ എന്ത് ചെയ്യും, മെഷീനിൽ നമ്മൾ അവിടെ നിർത്തിയതിന് ശേഷം തിരിച്ച് ബാക്കോട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യും. പിന്നെയും ഫ്രണ്ടിലേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്യും. പിന്നെ നമ്മൾ ബാക്കോട്ട് ചെയ്ത് അങ്ങനെ 2 and 4 ചെയ്തിട്ട് നമ്മൾ ആ ഭാഗം മൊത്തം എന്ത് ചെയ്യുക, ഒന്ന് സ്റ്റിച്ച് വെച്ചിട്ട് തന്നെ കവർ ചെയ്ത് വരുന്ന. ഇത് ഹാൻഡല്ലല്ലോ, മെഷീനാണല്ലോ. അപ്പോൾ മെഷീനിൽ തന്നെയാണ് നമ്മളിത് ഫുള്ള് സ്റ്റിച്ചിങ് ഇത് ചെയ്യുന്നത്. ഡാണിങ് മൊത്തം നമ്മൾ ചെയ്യുന്നത് മെഷീനിൽ തന്നെയാണ്. അപ്പോൾ മുന്നോട്ടും പുറകോട്ടും നമ്മൾ ചെയ്ത് ഇപ്പം 1 ഡയറക്ഷനിലാണ് നമ്മൾ ചെയ്തല്ലേ, വേർട്ടിക്കൽ മാത്രം ചെയ്തു. ഇനി എന്താ ചെയ്യേണ്ടത്, ഹൊറിസോണ്ടലായിട്ടും നമ്മൾ ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യുക, ആ ക്ലോത്ത് ഒന്ന് തിരിച്ച് വെച്ചതിന് ശേഷം ഈ ചെയ്ത പോലത്തെ ഫ്രണ്ട്, പിന്നെ ബാക്കിലേക്ക്, പിന്നെ മുന്നോട്ട്, പിന്നെ ബാക്കിലേക്കായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റിച്ച് ചെയ്ത് ഫുള്ള് നമ്മൾ അവിടെ
ഫിക്സ് ആക്കി. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമ്മൾ സെയിം കളർ എടുക്കാൻ മറക്കരുത്, സെയിം കളർ ത്രെഡ് എടുക്കുക. എന്നിട്ട് ഈ ബാക്കിലുള്ള എക്സ്ട്രാ പീസസ്, ഈ ടേപ്പിൻ്റെ പീസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, കട്ട് ചെയ്തങ്ങ് കളയാം. അപ്പോൾ ഇത്രയും മാത്രമേ നമ്മളെ റോങ് സൈഡിലുള്ളൂ. റൈറ്റ് സൈഡ് എങ്ങനെയായിരുന്നു, ഇത് ആദ്യം ഇങ്ങനെ ഉണ്ടായിരുന്നത്, ഇപ്പോൾ റൈറ്റ് സൈഡിൽ ഇത്രയും ഭാഗങ്ങൾ കവറായിട്ട് നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഡിഫറെൻറ്റ് കളർ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ബുദ്ധിമുട്ട് അറിയാമല്ലോ, തീരെ വൃത്തികേടായി. ഇപ്പം സെയിം കളർ ത്രെഡ് യൂസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും സ്റ്റിച്ച് ചെയ്യുക. വേർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുക, ആ ഭാഗം കുറച്ചും കൂടെ സ്ട്രെങ്ത്തിൽ കിട്ടും. ഒരു ഡയറക്ഷനിൽ മാത്രമാണെങ്കിലോ മറ്റേത് പിന്നെയും വരാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ 2 ഡയറക്ഷനിലേക്ക് നമ്മളത് ചെയ്യണം. ഓക്കെ, ഇത് ജസ്റ്റ് ഒരു വീഡിയോ ഇട്ടാണ്. ഒരുപാട് വീഡിയോസ് യൂട്യൂബിലുണ്ട്. ഹാൻഡ് ഡാണിങ് അല്ലെങ്കിൽ പാച്ചിങ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. നോക്കിയിട്ട് മനസ്സിലാക്കുക എങ്ങനെയാണ് ചെയ്യുന്നത്. താങ്ക് യു.